നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നാശത്തിലേക്ക്. മലബാർ വികസന പാക്കേജിലെ 2 കോടി രൂപയുടെ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചില്ല. അരങ്ങന്മല ഇക്കോ ടൂറിസം പദ്ധതി അനിശ്ചിതാവസ്ഥയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും 1ാം ഘട്ട പ്രവർത്തനം പോലും പൂർത്തീകരിച്ചില്ല. പെരിന്തൽമണ്ണ നഗരസഭയുടെ വ്യവസായ ഭൂമി വ്യവസായ മേഖലയായി അംഗീകരിക്കണമെന്ന് നഗരസഭ. വ്യവസായ ഡയറക്ടറേറ്റിന് നഗരസഭ അപേക്ഷ നൽകി. മണ്ണാർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് കെ റഫീഖ്. 18 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 12ാം പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പട്ടാമ്പി സ്വദേശി CV ദേവദാസൻ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ മേൽശാന്തി. തെരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നടന്ന നറുക്കെടുപ്പിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമിട്ട് 1983 ആരംഭിച്ച രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നാശത്തിന്റെ വക്കിൽ. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് പദ്ധതി നശിക്കാൻ ഇടയാക്കിയതെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. മലബാർ വികസന പാക്കേജിൽ 2 കോടി രൂപ പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഏലംകുളം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള തൂതപ്പുഴയിലെ രാമഞ്ചാടി കയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ജലസേചന പദ്ധതിയാണ് രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ. 1978 മാർച്ചിൽ ജലസേചന മന്ത്രിയായിരുന്ന KK ബാലകൃഷ്ണൻ തുടക്കം കുറിച്ച പദ്ധതി 1983 നവംബറിൽ മന്ത്രി MP ഗംഗാധരനാണ് കമ്മീഷൻ ചെയ്തത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പാലത്തോൾ, ഏലംകുളം, കുന്നക്കാവ്, മുതുവാട്ടൂർ, വടക്കേക്കര, ചോലക്കൽ, മലയങ്ങാട് എന്നീ പ്രദേശങ്ങളിലെ കാർഷികാവശ്യത്തിന് ജലം എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഗുണഭോക്താക്കളുടെ സഹകരണത്തോടെ പദ്ധതി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രവർത്തനം ആരംഭിച്ചു 30 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ സാധ്യമായിട്ടില്ല. മോട്ടോർ തകരാറുകൾ മൂലം 2000-ൽ പദ്ധതി നിലച്ചുപോകുമെന്ന സ്ഥിതിയിലെത്തി. ഇതേ തുടർന്ന് കുന്നക്കാവ് കേന്ദ്രമായി രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ സംരക്ഷണ സമിതി എന്ന പേരിൽ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി പ്രവർത്തനം ആരംഭിച്ചു. കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി MLA നാലകത്ത് സൂഫിയുടെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മോട്ടോർ മാറ്റി സ്ഥാപിക്കുകയും പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പദ്ധതിയുടെ മോട്ടോറുകൾ അറ്റകുറ്റപ്പണിക്ക് പോലും പറ്റാതെ നാശമായിരിക്കുകയാണ്. 2009-2010 വർഷത്തിൽ മലബാർ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷന്റെ പുനരുദ്ധാരണത്തിന് 2 കോടി രൂപയോളം അനുവദിച്ചിരുന്നു. ഈ തുക വിനിയോഗിച്ചുള്ള പ്രവൃത്തികൾ ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. പുതുതായി കൊണ്ടുവന്ന 125 കുതിരശക്തിയുള്ള 4 മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടില്ല. ടെൻഡർ നടപടികൾ ആവാത്തതാണ് 6 മാസം മുമ്പ് കൊണ്ടുവന്ന പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കാത്തതെന്നും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കാരണമാണ് ഇതെന്നും നാട്ടുകാർ പറഞ്ഞു. 85 കമ്മീഷൻ ചെയ്ത ഈ പദ്ധതി പ്രായാധിക്യം മൂലം പണിമുടക്കിലാണ്. ഈ കഴിഞ്ഞ LDF സർക്കാർ 2010 1,74,00,000 ഈ പദ്ധതിക്കായിട്ട് അനുവദിച്ചു തന്നു. പക്ഷേ ഇന്ന് അതിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ തന്നെ. ഇപ്പോ പമ്പിങ് 4 മോട്ടർ 4 പമ്പ് ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി അതിനോടനുബന്ധിച്ച ഒരു പ്രവർത്തനവും ഇതുവരെ നടന്നിട്ടില്ല. നടക്കുമെന്നുള്ള പ്രതീക്ഷയുമില്ല. 10,000-കണക്കിന് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തകർന്നതും തുരുമ്പിച്ചതുമായ പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തിയിൽ നിന്നും കരാറുകാരനും പിന്തിരിഞ്ഞത്രേ. സ്ഥലം മന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങുകയാണ് പദ്ധതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഈ സമരമായും ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ വക്കിലാണ്. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഒരു വരൾച്ചയുടെ ഈ വർഷം വരൾച്ചയുടെ സ്ഥാനത്ത് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരസമിതിയും കൃഷിക്കാരും ഒരു വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം. ഏറ്റവും വല്ല കുടിവെള്ളത്തിന്റെ പ്രശ്നവും ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ഞങ്ങൾ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയാസൂത്രണ പദ്ധതിയിൽ നിന്നും ഫണ്ട് അനുവദിച്ച് സ്ഥാപിച്ച ട്രാൻസ്ഫോർമറുകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. എല്ലാ വർഷവും സെപ്റ്റംബർ മുതലാണ് 5 കിലോമീറ്റർ വരുന്ന കനാലിലൂടെ ജലവിതരണം നടത്തിയിരുന്നത്. ഈ സീസണിലും വെള്ളം ലഭിക്കുമെന്ന് പ്രദേശത്തുകാർക്ക് പ്രതീക്ഷയില്ല.
പദ്ധതി പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുമെന്ന ആശങ്കയും പ്രദേശത്തുകാർക്കുണ്ട്. അനങ്ങന്മല ഇക്കോ ടൂറിസം പദ്ധതി അനിശ്ചിതാവസ്ഥയിൽ. ഒന്നാംഘട്ട പ്രവൃത്തികൾ പോലും 1.5 വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാനായിട്ടില്ല. ഉദ്ഘാടന സമയത്ത് 6 മാസത്തിനകം ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും 1.5 വർഷമായിട്ടും ഒന്നുമായിട്ടില്ല. വ്യൂ പോയിന്റ്, സോളാർ ലൈറ്റ്, ലഘുഭക്ഷണശാല എന്നിവയുടെ പ്രവർത്തനങ്ങളാണ് ഇനിയും അവശേഷിക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ടത്തിന്റെ ടെൻഡർ നടത്തുമെന്നും ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ഒന്നാം ഘട്ടത്തിൽ അനുവദിച്ച 95 ലക്ഷം രൂപ പൂർണ്ണമായും ചിലവഴിച്ചു കഴിഞ്ഞതാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അവതാളത്തിലാവാൻ കാരണം. അനങ്ങൻ, കൂനൻമലകളെ ബന്ധിപ്പിച്ച് റോപ്പ് വേ, പണിക്കർക്കുന്നിൽ തടയണ, മലയുടെ മുകളിൽ കോട്ടേജുകൾ തുടങ്ങിയവയാണ് രണ്ടാം ഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ 1 കോടി രൂപയോളം ചിലവഴിച്ചിട്ടും ഇക്കോ ടൂറിസം പദ്ധതിയിലേക്ക് ഇപ്പോൾ തന്നെ സഞ്ചാരികൾ ഏറെ കുറവാണ്. ആദ്യഘട്ടം പൂർത്തിയായാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാവുമെന്നാണ് വനസംരക്ഷണ സമിതിയുടെ പ്രതീക്ഷ. ഇതാണെങ്കിൽ അനിശ്ചിതമായി നീളുന്ന സഞ്ചാരികളെ അകറ്റുകയും ചെയ്യുന്നു. കുറ്റാന്വേഷണത്തിലെ മികവിന് സംസ്ഥാന അവാർഡ് നേടിയ പെരിന്തൽമണ്ണയിലെ പോലീസ് ഓഫീസർമാരെയും ദേശീയ അവാർഡ് നേടിയ അധ്യാപികയെയും പെരിന്തൽമണ്ണയിൽ ആദരിച്ചു. പോലീസ് ഓഫീസർമാരായ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി KP വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, ദേശീയ അവാർഡ് നേടിയ അധ്യാപിക P സതീദേവി എന്നിവരെയാണ് പെരിന്തൽമണ്ണ കൺസ്യൂമർ ഫോറം ആദരിച്ചത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ T മിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ മികവിനുള്ള അവാർഡ് നേടിയ ഡിവൈഎസ്പി KP വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ P സതീദേവി എന്നിവരെ ആദരിച്ചത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോറാടൻ റംല ഇവർക്ക് കൺസ്യൂമർ ഫോറത്തിന്റെ ഉപഹാരങ്ങൾ നൽകി. പെരിന്തൽമണ്ണ സബ് കളക്ടർ T മിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ജനമൈത്രി പോലീസിന്റെയും അധ്യാപകരുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് T മിത്ര പറഞ്ഞു. പെരിന്തൽമണ്ണ കൺസ്യൂമർ ഫോറം പ്രസിഡന്റ് V മൊയ്തീൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിര, ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പാൾ TS ഹരിദാസ്, കൺസ്യൂമർ ഫോറം സെക്രട്ടറി A രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് CP രാമദാസ്, മെമ്പർമാരായ നദീർ ഹമീദ്, കൃഷ്ണൻ മങ്കട, ഡോക്ടർ P കൃഷ്ണദാസ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് അക്രമ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ എന്ന വിഷയത്തിൽ സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുറ്റാന്വേഷണത്തിലെ സംസ്ഥാന അവാർഡ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചപ്പോൾ അന്വേഷണ സംഘത്തിലെ 9 അംഗങ്ങളെ എല്ലാവരും വിസ്മരിച്ചതായി പരാതി. വിവിധ സംഘടനകളും ഏജൻസികളും ഉദ്യോഗസ്ഥരെ മാത്രം ആദരിച്ചപ്പോൾ സംഘാംഗങ്ങളായ 9 പോലീസുകാരെ ആരും അനുമോദിക്കാൻ പോലും തയ്യാറായില്ല. കുറ്റാന്വേഷണ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ എക്സലൻസി അവാർഡ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി KP വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട എന്നിവരെ തേടിയെത്തിയിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ മികവിൽ താഴെക്കോട്ടെ വ്യാപാരി മാന്തോണി യൂസഫിന്റെ കൊലപാതകത്തിലെ പ്രതിയെ കണ്ടെത്തിയതിനായിരുന്നു ഇവർക്ക് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേട്ടത്തിന് പുറമെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഡിവൈഎസ്പി, CI, SI എന്നിവർക്ക് സ്വീകരണവും ലഭിച്ചിരുന്നു. എന്നാൽ മാന്തോണി യൂസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും പ്രതിയെ കണ്ടെത്തുകയും ചെയ്ത പ്രത്യേക അന്വേഷണ സംഘത്തിലെ 9 പേരെ സർക്കാരും സംഘടനകളും മറന്നു. മാന്തോണി യൂസഫിന്റെ കൊലപാതക കേസിൽ മാത്രമല്ല, വൻ കവർച്ച, ബ്രൗൺ ഷുഗർ വേട്ട ഉൾപ്പെടെയുള്ള കേസുകളിലും പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി, CI, SI എന്നിവരെ കൂടാതെ 9 പേരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. മികച്ച പ്രവർത്തനത്തിന് സർക്കാരിന്റെ അംഗീകാരം ഈ 9 പേർക്കും ലഭിക്കുന്നതിന് വകുപ്പ് മേധാവികളെ അറിയിക്കാൻ ഇവരുടെ മേൽ ഉദ്യോഗസ്ഥരും ശ്രമിച്ചില്ലെന്നാണ് സൂചന. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വിവാദമായ വ്യവസായ എസ്റ്റേറ്റ് ഭൂമി വ്യവസായ മേഖലയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ സംസ്ഥാന വ്യവസായ ഡയറക്ടറേറ്റിന് അപേക്ഷ നൽകി. എമർജിംഗ് കേരളയിൽ ഹരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റിൽ ഹിൽ ടോപ്പ് പദ്ധതിക്ക് പരിഗണിച്ചത് നഗരസഭയുടെ അനുവാദമില്ലാതെയായിരുന്നു. എരവിമംഗലത്തെ വിവാദമായ വ്യവസായ എസ്റ്റേറ്റ് വ്യവസായ മേഖലയാക്കി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യവസായ ഡയറക്ടറേറ്റിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ.
ജില്ലാ വ്യവസായ കേന്ദ്രം മുഖേനയാണ് വ്യവസായ ഡയറക്ടറേറ്റിന് നഗരസഭ അപേക്ഷ നൽകിയത്. വ്യവസായികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്ലോട്ടുകൾ നൽകാൻ 1997-98 വർഷത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ എരവിമംഗലത്ത് 7.5 ഏക്കർ സ്ഥലം വാങ്ങിയത്. വെറുതെ കിടക്കുന്ന ഭൂമി ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടപെട്ടതിനെ തുടർന്ന് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് എമർജിംഗ് കേരളയിലെ പദ്ധതിക്കായി ഈ ഭൂമി പരിഗണിച്ചത്. നഗരസഭയോട് ആലോചിക്കാതെ എമർജിംഗ് കേരളയിൽ ഭൂമി പരിഗണിച്ചതിനെ തുടർന്ന് എതിർപ്പുമായി നഗരസഭ രംഗത്ത് വരികയും ചെയ്തു. ഇതേ തുടർന്നാണ് എരവിമംഗലത്തെ ഭൂമി ഇപ്പോൾ വ്യവസായ മേഖലയായി പരിഗണിക്കാൻ നഗരസഭ സംസ്ഥാന വ്യവസായ ഡയറക്ടറേറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നഗരസഭയുടെ അപേക്ഷ ഉടൻ പരിഗണിക്കുമെന്ന് വ്യവസായ ഡയറക്ടർ ഡി അശോക് അറിയിച്ചതായാണ് സൂചന. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ മേൽശാന്തിയായി പട്ടാമ്പി സ്വദേശി CV ദേവദാസൻ ഭട്ടതിരിപ്പാടിനെ തെരഞ്ഞെടുത്തു. തിങ്കളാഴ്ച നടന്ന നറുക്കെടുപ്പിലാണ് കണ്ണനെ പൂജിക്കാനുള്ള ഭാഗ്യം ദേവദാസൻ ഭട്ടതിരിപ്പാടിന് കൈവന്നത്. പട്ടാമ്പി കൊടുമുണ്ട ചേകൂർമനയിൽ അന്തരിച്ച വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെയും കൈപ്പിള്ളിമന സാവിത്രി അന്തർജനത്തിന്റെയും മകനാണ് ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട CV ദേവദാസൻ ഭട്ടതിരിപ്പാട്. 15 വർഷത്തോളമായി ഇദ്ദേഹം പാലക്കാട് നൂറാണിയിലാണ് താമസം. ധനലക്ഷ്മി ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് 4 തവണ ഗുരുവായൂർ മേൽശാന്തിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അമൃതാനന്ദമയി പാലക്കാട് എത്തിയപ്പോൾ പൂർണ്ണകുംഭം ഒരുക്കിയത് ഇദ്ദേഹമാണ്. മണ്ണാർക്കാട്ടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണവും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ് പറഞ്ഞു. 18 കോടിയുടെ പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. മണ്ണാർക്കാട് നഗരത്തിലെ സമഗ്ര വികസന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നവീകരണവും ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണവും വൈകുന്നതായി കഴിഞ്ഞ ദിവസം ഡെൻസിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയോട് പ്രസിഡന്റ് കെ റഫീഖ് പ്രതികരിച്ചത് ഇങ്ങനെ: 12ാം പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്ന സമയമായതുകൊണ്ട് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ വർഷം നടത്താൻ സാധിക്കാതെ വരികയും ഈ വർഷം മുതൽ 2012-13 മുതൽ 2016-17 വർഷത്തേക്കുള്ള പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി പദ്ധതി ആസൂത്രണം ചെയ്യുകയും അതിനാവശ്യമായ രേഖകൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നതിനാൽ പദ്ധതി ലക്ഷ്യത്തിലെത്തിയില്ല. അതിനാൽ 12ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് മാറ്റിയതിനാലാണ് കാലതാമസം വന്നത്. 18 കോടിയുടെ പദ്ധതിയാണ് ഇനി വരുന്നത്. പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 ബൃഹത് പദ്ധതി പൂർത്തീകരിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. കുടുംബശ്രീ ആസ്ഥാന മന്ദിരം, ക്ഷീര സംസ്കരണ വിപണന കേന്ദ്രം എന്നിവയാണവ. അടുത്ത മാസം 2 കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഉണ്ടാവുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. മൊത്തം കോടതിപ്പടിയിലെ ജ്വല്ലറി പാർക്കിന്റെ ബിൽഡിങ്ങും ഷോപ്പിംഗ് കോംപ്ലക്സും, മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതര ബിൽഡിങ്ങുകൾ എന്നിവയെല്ലാം തന്നെ അടുത്ത ഈ പ്രൊജക്റ്റ് തന്നെ ഉൾപ്പെടുത്തി പദ്ധതി ആരംഭിക്കുകയും 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 9 കോടി രൂപയോളം ബസ് സ്റ്റാൻഡും അത്ര തന്നെ സംഖ്യയോളം വരുന്ന മണ്ണാർക്കാട് ചിൽഡ്രൻസ് പാർക്കിൽ വരുന്ന, അല്ലെങ്കിൽ അഹമ്മദ് ഒരിക്കൽ പാർക്കിൽ വരുന്ന ബസ് വേയും ബസ് വെയിറ്റിംഗ് ഷെഡുകളും ഷോപ്പിംഗ് കോംപ്ലക്സുമാടെ ഉടൻ തന്നെ ഈ വർഷത്തിൽ തന്നെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുക. ഭാരതത്തിന്റെ തൊഴിൽ ആരാധനാമൂർത്തിയായ വിശ്വകർമാവിന്റെ ജന്മദിനം ദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സലീം തെല്ലിരാപുരം ആവശ്യപ്പെട്ടു. BMS ചെർപ്പുളശ്ശേരിയിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ജയന്തി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇന്നാട്ടെ ജനങ്ങളെയും തൊഴിലാളികളെയും ബോധപൂർവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് മെയ് 1 തൊഴിലാളി ദിനമെന്നാണ്. പക്ഷേ മെയ് 1 ലോക തൊഴിലാളി ദിനം എന്നതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് ഉദാഹരണങ്ങൾ സഹിതം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. BMS ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുപ്പുളശ്ശേരിയിൽ വിശ്വകർമ്മ ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുയോഗം സംഘടിപ്പിച്ചത്. ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടന്ന പൊതുയോഗത്തിൽ BMS മേഖലാ പ്രസിഡന്റ് K. ബാബുദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KB ശിവദാസൻ, RSS ജില്ലാ സഹകാര്യവാഹ് MP കൃഷ്ണകുമാർ, മേഖലാ സെക്രട്ടറി A. ഉണ്ണികൃഷ്ണൻ, B. രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടന്നു.
ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പ് ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ചു. FIT ചെയർമാൻ CAMA കരീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണമായും പൊരുത്തപ്പെടുന്ന വിധത്തിൽ ചെയ്യുവാനുള്ള ശ്രദ്ധയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹജ്ജിന് തയ്യാറെടുക്കുന്നവർ ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. അബ്ബാസ് മലാഹരി, അൻസാരി എന്നിവർ ഹജ്ജിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ചടങ്ങിൽ PA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. FIT ട്രെയിനർ മുബാറക്, ഹസ്രത്ത് മമ്മിക്കുട്ടി മുസ്ലിയാർ, ഇമ്പിച്ചിക്കോയ തങ്ങൾ, താഹിർ, മുഹമ്മദ്, സയ്യിദ്, PA ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹജ്ജിന് തയ്യാറെടുക്കുന്നവർക്ക് വിശദമായ രേഖകൾ ഉൾക്കൊള്ളുന്ന ബാഗും ക്യാമ്പിൽ വിതരണം ചെയ്തു. 9ാമത് പ്രസിഡന്റ്സ് ട്രോഫി ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ അവസാന വാരത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ ക്ലബ്ബിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾ സെക്രട്ടറി, പ്രസിഡന്റ്സ്, പെരിന്തൽമണ്ണ എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് യുവാക്കളുടെ നേതൃത്വത്തിൽ ഉപയോഗപ്രദമാക്കി. വല്ലപ്പുഴ പഞ്ചായത്ത് പടിയിലെ ബസ് വെയിറ്റിംഗ് ഷെഡാണ് യുവാക്കൾ മുന്നിട്ടിറങ്ങി വൃത്തിയാക്കിയത്. ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു വല്ലപ്പുഴ പഞ്ചായത്ത് പടി ബസ് വെയിറ്റിംഗ് ഷെഡ്. സാമൂഹ്യ വിരുദ്ധരുടെയും കന്നുകാലികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി തീർത്തും ഉപയോഗപ്രദമല്ലാതെ കിടക്കുകയായിരുന്നു ഈ ബസ് വെയിറ്റിംഗ് ഷെഡ്. ഇതിന് പരിഹാരം തേടിയാണ് പ്രദേശത്തെ യുവാക്കൾ മുന്നിട്ടിറങ്ങിയത്. ബസ് വെയിറ്റിംഗ് ഷെഡും പരിസരവും ഇവരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. കന്നുകാലികൾ കയറാതിരിക്കാൻ ചെറുവേലിയും കെട്ടി. പെയിന്റിങ്ങിനുൾപ്പെടെ 8000-ഓളം രൂപ ഇതിന് ചെലവാവുകയും ചെയ്തു. 1.5 വർഷമായിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ ആടും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യമാണ്. പലപ്പോഴായിട്ട് ഞങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞു, അപ്പോൾ അവരൊന്നും കേൾക്കുന്ന മട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു വെയിലി കെട്ടിയിട്ട് റെഡിയാക്കിയിട്ട് ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ കൂടിയിട്ട് ഒരു 8000 രൂപയോളം ചിലവുണ്ട്. ഓരോരുത്തർ 500, 100, 200 ഉള്ള മാതിരി എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുറഹ്മാൻ സാഹിബിനോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യട്ടെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോട് പറഞ്ഞു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് CT ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജോസ്, PP മോഹനൻ, തോമസ്, ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ബാങ്കിംഗ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഫിഷറീസ് വകുപ്പ് നടത്തുന്ന സൗജന്യ മത്സ്യക്കുഞ്ഞ് വിതരണ പദ്ധതിയായ മത്സ്യസ്മൃതി മണ്ണാർക്കാട്ട് ആരംഭിച്ചു. ബ്ലോക്ക് തല ഉദ്ഘാടനം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൽ നടന്നു. 2012 മുതൽ 2015 വരെയുള്ള 3 വർഷം നീണ്ടു നിൽക്കുന്ന മത്സ്യസ്മൃതി പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും പ്രത്യേകം കർഷകരെ തിരഞ്ഞെടുത്ത് സൗജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഇത്. കിണർ, കുളം, പാടശേഖരങ്ങൾ എന്നിവയിലെല്ലാം മത്സ്യം വളർത്തി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ജില്ലയിൽ 1000 ഹെക്ടർ സ്ഥലത്ത് മത്സ്യം വളർത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പാലക്കാട് ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ രവി പറഞ്ഞു. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രധാന റിസർവയറുകളുണ്ട്. മലമ്പുഴ മുതൽ പല ഡാമുകൾ, അതുപോലെ ചെക്ക് ഡാമുകൾ, അതുപോലെ കുളങ്ങൾ, 2 ഏക്കറും 1.5 ഏക്കറും വരുന്ന കുളങ്ങളാണ് ജില്ല ചുറ്റൂർ ആലത്തൂർ താലൂക്കുകളുണ്ട്. ഇതെല്ലാം മത്സ്യം വളർത്തിയ കോറികളുണ്ട്, പിന്നെ കുളങ്ങളുണ്ട്. ഇതെല്ലാം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മണ്ണാർക്കാട് ബ്ലോക്ക് തല ഉദ്ഘാടനം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലാണ് നടന്നത്. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കത്ത് അസ്മ ബി നിർവഹിച്ചു. വാർഡംഗം കല്ലടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ O ആയിഷ ബി, KP സാബിറ തുടങ്ങിയവർ സംസാരിച്ചു. ആലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലും തിങ്കളാഴ്ച മത്സ്യക്കുഞ്ഞ് വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM സുഗുണകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ജാമ്യമാണ് നിയമം, നിരപരാധികളെ മോചിപ്പിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പട്ടാമ്പിയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ജാമ്യമാണ് നിയമം, നിരപരാധികളെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദില്ലിയിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നടത്തിയ മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പട്ടാമ്പിയിലും പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർത്തത്. മേലപ്പട്ടാമ്പി മുതൽ റെയിൽവേ കമാനം വരെയായിരുന്നു മനുഷ്യച്ചങ്ങല. തുടർന്ന് നടന്ന പൊതുയോഗം സംസ്ഥാന സമിതി അംഗം K മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. ES ഖാജ ഹുസൈൻ, ബാവ, മുഹമ്മദ് അലി മൗലവി, റാഷിദ്, റഫീഖ്, അബ്ദുൽ ലത്തീഫ് ദാരിമി എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തിന് കള്ളക്കേസുകൾ കുടുക്കി ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്ന് തോന്നിയേക്കാം. ഞാൻ എന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉത്തരവാദപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലക്ക് പറയട്ടെ, ഞങ്ങളുടെ പ്രവർത്തകരാരും കേരളത്തിൽ ജയിലുകളിലില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ മൂവാറ്റുപുഴ സംഭവത്തിൽ മാത്രം ഒരു 5 പ്രവർത്തകർ മാത്രമാണ് ജയിലുകളിൽ കഴിയുന്നത്.
ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, ഞങ്ങളുടെ ക്യാമ്പയിൻ കേൾക്കുമ്പോൾ, ജാമ്യമാണ് നിയമം, തടവുകാരെ വിട്ടേക്കണമെന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്ന തോന്നലുകൾ നിങ്ങൾക്കുണ്ടാവരുത് എന്നതുകൊണ്ടാണ് ആമുഖമായി ഞാൻ. ചെർപ്പശ്ശേരിയിലെ സ്പോർട്സ് ഉപകരണങ്ങളുടെ വിൽപ്പന കേന്ദ്രമായ ഫിയസ്റ്റ സ്പോർട്സ് സെന്ററിന്റെ 15ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷവും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും ഒളിമ്പ്യൻ ഇർഫാൻ ഉദ്ഘാടനം ചെയ്തു. കായിക പ്രേമികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരിയിലെ ഫിയസ്റ്റ സ്പോർട്സ് സെന്ററിന്റെ 15ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ബൂട്ടിനൊപ്പം സ്റ്റോക്കിംഗ്സ്, ഷട്ടിൽ ബാറ്റിനൊപ്പം 2 കോക്ക്, ട്രാക്ക് സൂട്ടിനൊപ്പം 1 ഷോർട്സ്, ക്രിക്കറ്റ് ബാറ്റിനൊപ്പം ടെന്നീസ് ബോൾ എന്നിവ സൗജന്യമായി ലഭിക്കും. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ താരം ഷമീം, ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, ഫിയസ്റ്റ സ്പോർട്സ് സെന്റർ ഉടമ മുഹമ്മദ് അലി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിൽ കർട്ടൻ ക്ലോത്ത് വിപണന രംഗത്ത് 8 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സോഫ്റ്റ് ഫർണിഷിംഗിന്റെ 2ാമത്തെ ഷോറൂം ജൂബിലി റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 8 വർഷമായി മലപ്പുറം ജില്ലയിൽ സേവനം നടത്തുന്ന സോഫ്റ്റ് ഫർണിഷിംഗിന്റെ പെരിന്തൽമണ്ണയിലെ 2ാമത്തെ ഷോറൂമാണ് തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ചെറി സോഫ്റ്റ് ഫർണിഷിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ചെറി സോഫ്റ്റ് ഫർണിഷിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് ചമയം ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. പെരിന്തൽമണ്ണയിലെ 2ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മഞ്ചേരി, പെരിന്തൽമണ്ണ ഷോറൂമുകളിൽ നിന്നും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന 2 ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും 4 പേർക്ക് പകുതി തുകയും തിരിച്ചു നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കർട്ടൻ തുണികളുടെ ചില്ലറ മൊത്ത വിൽപ്പന കൂടിയുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് ലോകോത്തര ബ്രാൻഡായ ഓർബിഡോ, GM, ഫ്ലോറ എന്നിവയുടെ അംഗീകൃത ഡീലർ കൂടിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രാമഞ്ചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നാശത്തിലേക്ക്. മലബാർ വികസന പാക്കേജിലെ 2 കോടി രൂപയുടെ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചില്ല. അനങ്ങന്മല ഇക്കോ ടൂറിസം പദ്ധതി അനിശ്ചിതാവസ്ഥയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും 1ാം ഘട്ട പ്രവർത്തനം പോലും പൂർത്തീകരിച്ചില്ല. പെരിന്തൽമണ്ണ നഗരസഭയുടെ വ്യവസായ ഭൂമി വ്യവസായ മേഖലയായി അംഗീകരിക്കണമെന്ന് നഗരസഭ. വ്യവസായ ഡയറക്ടറേറ്റിന് നഗരസഭ അപേക്ഷ നൽകി. മണ്ണാർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് കെ റഫീഖ്. 18 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി 12ാം പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പട്ടാമ്പി സ്വദേശി സി വി ദേവദാസൻ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ മേൽശാന്തി. തെരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നടന്ന നറുക്കെടുപ്പിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.